പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ജുമാ ദിവസത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. ഒരു 11 സുന്നത്തുകൾ ഇന്ന് പാലിക്കുന്നവർക്ക് പരിശുദ്ധമായി വെള്ളിയാഴ്ച പെരുന്നാളാകും, ഈദുൽ മുഅ്മിനീനാകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഫലങ്ങൾ ഈ ലോകത്ത് തന്നെ കാണാൻ പറ്റും, വിജയിക്കാൻ പറ്റും. ഏതാ 11 സുന്നത്ത്, എങ്ങനെ ചെയ്യേണ്ടത്, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാ. ഇരുലോക ആഫിയത്തും ബറക്കത്തും നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് അൻവാർ ഫസലിൻ്റെ കുടുംബം, കമൻറ്റിൽ വരുന്നവർ, കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, അല്ലാഹു സലാമത്ത് നൽകട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ വെള്ളിയാഴ്ച മുഅ്മിനീങ്ങളുടെ പെരുന്നാൾ, ഈദുൽ മുഅ്മിനീൻ എന്നാണ്. മുഅ്മിനീങ്ങൾക്ക് പെരുന്നാളാണ്. ഈ വെള്ളിയാഴ്ച പെരുന്നാൾ പോലെ മൈൻഡ് ചെയ്താൽ ജീവിതകാലം മുഴുവൻ പെരുന്നാളാക്കാം, ഖബറും പെരുന്നാളാക്കാം. നാളെ അല്ലാഹുവിൻ്റെ മഹ്ശറിൽ വരുമ്പോഴും നമുക്ക് പെരുന്നാൾ ദിവസമാവും. ഇന്ന് മൈൻഡ് ചെയ്ത് കൊടുക്കണം. ഈ വെള്ളിയാഴ്ച ഇതാ സെലിമത്തുൽ ജുമുഅത്ത്. ജുമുഅ ദിവസം ഓക്കെ ആയാൽ സെലിമത്തുൽ അയ്യാം, ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഓക്കെ ആയി. ജുമുഅ ദിവസത്തിൽ മൈനസ് വന്നാൽ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ മൈനസായി. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളുടെ എല്ലാ കുറവും നികത്താൻ പറ്റുന്ന, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഇത് വെള്ളിയാഴ്ച. ഒന്ന് പരിഗണിച്ചു കൊടുക്കുക വെള്ളിയാഴ്ച ദിവസത്തെ. ഇവിടെ വെള്ളിയാഴ്ചയുടെ ഒരു 11 സുന്നത്തുകൾ, എമ്പാടും കാണാൻ പറ്റും സുന്നത്തുകൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം ഞാൻ ഓടിച്ചൊന്ന് ടച്ച് ചെയ്ത് പോകാം. കാരണം ഇന്ന് ഈ സുന്നത്തുകൾ എടുത്താൽ ഈ വെള്ളിയാഴ്ച ലാഭമായി. വെള്ളിയാഴ്ച ലാഭമായാൽ ഈ ഒരാഴ്ച മുഴുവൻ ലാഭമായി. ഒരാഴ്ച മുഴുവൻ ലാഭമായാൽ ഒരു മാസം ലാഭമായി. ഒരു മാസം ലാഭമായാൽ പിന്നെ അതിൻ്റെ ബെനിഫിറ്റ് വർഷത്തിലേക്ക് നീണ്ടുപോകും. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ഓടിച്ച് പറഞ്ഞു പോവാം. തഖലീമുൽ അദ്ഫാർ, നഖം മുറിക്കൽ. നമ്മൾ പറഞ്ഞു വ്യാഴാഴ്ച അസ്റായിട്ട് മുറിച്ചാൽ ബെനിഫിറ്റ് പറഞ്ഞു. പലപ്പോഴും അത് ചെയ്യാത്തവരും സാധാരണ വെള്ളിയാഴ്ച ചെയ്യുന്നവരുണ്ടാകും. വെള്ളിയാഴ്ച അങ്ങനെ നഖം മുറിച്ച് പീരീഡ്സിൻ്റെ സമയത്തല്ലാത്ത സഹോദരിമാർ, എല്ലാ സഹോദരിമാരും ബാക്കി അതേപോലെ തന്നെ സഹോദരന്മാർ ഏതായിരുന്നാലും നിയ്യത്ത് വച്ചിട്ട് സുന്നത്ത് കരുതിയിട്ട് നഖം മുറിക്കുക. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നീക്കപ്പെടേണ്ട രോമങ്ങളൊക്കെ ഉണ്ടല്ലോ, കളയണ്ട, അതെല്ലാം നീക്കി വൃത്തിയാകുക, കുട്ടപ്പനാകാന്നർത്ഥം. അതേപോലെ തന്നെ ഒസുൽ, കുളി, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ നിയ്യത്ത് വെച്ച് കുളിക്കണം. സഹോദരിമാരും കുളിക്കണം. അത് മെൻസസിൻ്റെ പീരീഡ് ആണെങ്കിലും കുളിക്കുക. വെള്ളിയാഴ്ച ദിവസത്തിന് വേണ്ടിയുള്ള സുന്നത്തായ കുളി നിയ്യത്ത് വെച്ചിട്ട് കുളിക്കുക. തീർച്ചയായും അത് നിയ്യത്തുണ്ടെങ്കിൽ ആ വെള്ളം എത്തുന്ന ഭാഗത്തൊക്കെ പാപമോചനം അല്ലാഹു നൽകും, മൗഫറത്ത് കിട്ടും. അതേപോലെ മൂന്നാമത് സൂറത്തുൽ കഹ്ഫിൻ്റെ പാരായണമാണ്. അത് ഏറ്റവും നല്ലത് സുബഹി കഴിഞ്ഞിട്ടാണ്. വെള്ളിയാഴ്ച സുബഹി കഴിഞ്ഞിട്ടാണ് പാരായണത്തിന് ഏറ്റവും നല്ലത്. മഗ്‌രിബിന് മുമ്പായിട്ട് നമുക്ക് ഓതാം, ജുമുഅക്ക് മുമ്പായിട്ട് ഓതാം. എപ്പോഴെങ്കിലും വെള്ളിയാഴ്ച നമ്മൾ ഓതിയിരിക്കണം. ഏറ്റവും നല്ല സുബഹി കഴിഞ്ഞിട്ടാണ്. അത് ഒരു വട്ടം ഓതുക വഴി അടുത്ത വെള്ളിയാഴ്ച വരെ വേണ്ട, എക്സ്ട്രാ ഒരു 3 ദിവസം കൂടെ അള്ളാൻ്റെ കാവലുണ്ടാവും. ഒരു പേടിയും പേടിക്കേണ്ട, ഒരു പ്രശ്നം ഉണ്ടാകില്ല. പിന്നെ അഹ്സനു സിയാം, ഏറ്റവും നല്ല വസ്ത്രം, വസ്ത്രങ്ങളിൽ ഏറ്റവും നല്ല വസ്ത്രമായിരിക്കണം വെള്ളിയാഴ്ച പെരുന്നാളിന് മുഅ്മിനീങ്ങൾ അണിയേണ്ടത്. പെരുന്നാളാണല്ലോ, അപ്പോൾ അങ്ങനെ ഏറ്റവും നല്ല വസ്ത്രം അണിയണം. 5-ാമത്തെ കാര്യം തത്വീബാണ്, പിന്നെ സുഗന്ധം ഉപയോഗിക്കലാണ്. സുഗന്ധം, ഏറ്റവും നല്ല സുഗന്ധം മനോഹരമായിട്ട് ഉപയോഗിച്ചിട്ട് വേണം വെള്ളിയാഴ്ച പള്ളിയിലേക്കും മറ്റൊക്കെ നമ്മൾ പോകുന്ന കാര്യം. അതേപോലെ തന്നെ 6-ാമത്തൊരു കാര്യമാണ് തബിക്കൂറുൽ മസ്ജിദ്, പള്ളിയിലേക്ക് നേരത്തെ പോവാം, പരമാവധി നേരത്തെ പോവാം. പിന്നെ രാത്രി തന്നെ പുറപ്പെട്ടിരുന്നു സഹാബികൾ എന്നൊക്കെ കാണാം. ചായ പിടിക്കാൻ വന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് ജുമാ നിസ്കാരം കഴിഞ്ഞിട്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സഹാബികൾ മഹാന്മാർ കഴിക്കുന്നത് എന്നൊക്കെ കിതാബിൽ കാണാം. അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്താൽ. അപ്പോൾ ആദ്യം പള്ളിയിലേക്ക് എത്തിച്ചേരുന്ന സഹോദരിമാർക്ക് എന്താ ഗുണമെന്നറിയോ? നാളെ ആഖിറത്തിൽ വെച്ച് അള്ളാനെ കാണാൻ വേണ്ടി ആഴ്ചയിൽ അള്ളാഹു വെള്ളിയാഴ്ച ഉമ്മത്തിൻ്റെ സ്വർഗ്ഗവാസികളുടെ മുന്നിൽ വെളിവാകും, എല്ലാ വെള്ളിയാഴ്ചയും. ആ വെളിവാകുമ്പോൾ ആദ്യം സീറ്റിലിരിക്കാൻ പറ്റും. ആദ്യം വെള്ളിയാഴ്ച വന്നാൽ ആ ബെനിഫിറ്റ് കിട്ടും. സഹോദരിമാർക്കോ ശ്രദ്ധിക്കണം. അലക്കും കുളിയൊക്കെ കഴിഞ്ഞിട്ട് 2 മണി 3 മണി 2:30 മണി 3:30 മണിക്കൊക്കെ ളുഹൂർ നിസ്കരിക്കുന്ന പതിവ് വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ നമ്മൾ പരാജയപ്പെടും. വെള്ളിയാഴ്ച പരിഗണിക്കാത്ത അവസ്ഥയിലേക്ക് പോകും. വെള്ളിയാഴ്ച പരിഗണിക്കാത്ത അവസ്ഥ പോയാൽ നമ്മളുടെ ഈമാന് പോലും അത് ചോദ്യചിഹ്നമാണ്. വലിയ പ്രയാസം ഉണ്ടാകും. ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ട ദിവസമാണ്. ഒരിക്കലും വെള്ളിയാഴ്ച ളുഹൂർ നിസ്കാരം ഒട്ടും, ബാക്കിയുള്ള ദിവസം വേണമെന്നല്ല, വെള്ളിയാഴ്ച ഒരിക്കലും പാടില്ല. വാങ്ക് കൊടുത്താൽ ഉടൻ സുന്നത്ത് നിസ്കരിക്കുക, ളുഹൂർ നിസ്കരിക്കുക. വെള്ളിയാഴ്ചയുടെ സമയത്തിൻ്റെ മൂല്യത്തെ മനസ്സിലാക്കുക, എന്നിട്ടൊക്കെ ദ്വാരക്കുക. സഹോദരിമാർ ശ്രദ്ധിച്ചു കൊടുക്കുക കാര്യം. ഇനി 7-ാമത്തെ കാര്യം കസറത്ത് സ്വലാത്ത് അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ 300-ൽ കുറയാൻ പാടില്ല. വെള്ളിയാഴ്ച 300-ൽ കുറഞ്ഞ് സ്വലാത്ത് ചൊല്ലുന്നവർ യഥാർത്ഥത്തിൽ വെള്ളിയാഴ്ചയുടെ സ്വലാത്ത് ചൊല്ലാത്തവരാണ്. സ്വലാത്ത് ചൊല്ലി വെള്ളിയാഴ്ചയുടെ സ്വലാത്ത് ചൊല്ലിയിട്ടില്ല. വെള്ളിയാഴ്ച കസറത്താണ് സുന്നത്ത്, സ്വലാത്തല്ല. അധികരിപ്പിക്കില്ല സുന്നത്ത്. അത് ഏത് സ്വലാത്തും ചൊല്ലാം, ശ്രദ്ധിച്ചു കൊടുക്കുക. അതിൽ കൂടണം, കുറയാൻ പാടില്ല. 8-ാമത്തെ കാര്യം സ്വതക്കയാണ്, ദാനധർമ്മങ്ങൾ, ഹദിയ. അല്ലാത്ത ഫضലാണ് വെള്ളിയാഴ്ച. നമ്മുടെ നടക്കാത്ത കാര്യം നടക്കും, മാറാത്ത രോഗം മാറും. വെള്ളിയാഴ്ച പ്രത്യേകം നിയത്തിന് സ്വതക്ക കൊടുത്ത് നോക്കി.
അൽഹംദുലില്ലാ വലിയ ബെനിഫിറ്റ് ഉണ്ടാകും സ്വതക്ക ഹദിയകൾക്ക്. 9ാമത് ഇൻസാത്തുൽ ഖുത്തുബ ശ്രദ്ധിച്ച് കേൾക്കുക. ഖുത്തുബക്ക് പള്ളിയിൽ വരുന്നവർ ചുമ്മാ ഫോണിൽ നോക്കി വാട്സപ്പിൽ നോക്കി ആരൊക്കെ വിട്ട് എന്തൊക്കെ വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയല്ല, ഖുത്തുബ ശ്രദ്ധിച്ച് സമാ ചെയ്യുക, കേട്ടുകൊടുക്കുക. പ്രത്യേകം സുന്നത്താണ്, വലിയ ഫضലാണ്. 10ാമത്തെ കാര്യം സിയാറത്തുൽ ഖുബൂർ, ഖബർ സന്ദർശനമാണ്. നമ്മുടെ വേണ്ടപ്പെട്ടവിടെ ഖബർ സിയാറത്ത് ചെയ്യുക. എത്ര തിരക്കാണെങ്കിലും ഫാത്തിഹയൊക്കെ ഓതിയിട്ട് പോവുക, സലാം പറഞ്ഞിട്ട് പോരണം. തീർച്ചയായിട്ടും ഖബർ സിയാറത്ത് സുന്നത്തോടു കൂടെ ചെയ്താൽ ഖബറാളികൾ കാത്തു കിടക്കും. വെള്ളിയാഴ്ചൻ്റെ പ്രത്യേക ദിവസമാണ്. വെള്ളിയാഴ്ച പ്രത്യേകമായ റൂഹകൾക്ക് ഖബറിലേക്ക് കണക്ഷൻ കൊടുക്കുന്നുണ്ട്, ഉലമാ പറയുന്നുണ്ട്. അതൊക്കെ കൈകാര്യം ചെയ്തു കൊടുക്കുക. അതേപോലെ തന്നെ 11ാമത്തെ കാര്യം, പോകുമ്പോൾ ലോങ് വഴിയിലൂടെ പോവുക, തിരിച്ചു വരുമ്പോൾ ഷോർട്ട് കട്ട് എടുക്കുക. അതായത് പള്ളിയിലേക്ക് നടന്നുക, ഖൈറിലേക്ക് നടക്കുന്ന കാൽ ചവിട്ടടികൾ കൂട്ടുക, നടക്കുന്നത് കൂട്ടുക. പരമാവധി നടന്നു പോകാൻ പറ്റിയതാണെങ്കിൽ ഈ വാഹനത്തിലും പോകാം. ഏതായിരുന്നാലും ലോങ് വഴി എന്ന് കരുതി ജുമയുടെ പ്രധാനപ്പെട്ട സമയം കളയാൻ പാടില്ല. ആ സമയം കണ്ട് നമ്മൾ ഇറങ്ങണം, അതൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കൊടുത്തിട്ട് അള്ളാഹുവേ വെള്ളിയാഴ്ച ജുമാ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് എനിക്കെല്ലാ ഖൈറും നൽകണം, ശെറിൽ നിന്ന് കാവൽ നൽകണം, ഒരു പ്രയാസത്തിലും എന്നെ പെടുത്തല്ലേ അല്ലാ എന്ന് ദുആ ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ടും ലാഭം ഉണ്ടാവും. ഒരിക്കലും നമ്മൾ പ്രയാസപ്പെടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അക്കൂട്ടത്തിൽ വെള്ളിയാഴ്ചയുടെ ശഫാഅത്തോടെ സ്വർഗ്ഗത്തിൽ കിടക്കുന്ന നമ്മൾക്ക് ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله لا يا داخل الجنة تبشرنا بما فيها وفي